അപ്പോൾ സുഹൃത്തുക്കളെ, 3-4 ദിവസമായിട്ട് അല്ലേ നമ്മളൊക്കെ വളരെയധികം ഷോക്കിലായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് നല്ല നല്ല വ്ളോഗുകളിലെ ലോകത്തിന്റെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്ന ഒരാളായിരുന്നു ദിൽഷാദ്. ദിൽഷാദിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ഷോക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ആസാമിലൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘാലയയിൽ നിന്നാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞില്ലേ എല്ലാവരും. പക്ഷെ എന്താ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പോൾ മേഘാലയയിൽ വെച്ചിട്ട് ഒരു ബൈക്ക് അപകടമാണല്ലോ. ബൈക്ക് അപകടത്തിൽ ഇപ്പോൾ ആൾ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ആ ഭാഗത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് എനിക്ക് തോന്നുന്നത് റേഞ്ചിന്റെ പ്രോബ്ലം കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നാട്ടിലേക്ക് ഒരു പക്ഷേ അറിയിക്കാൻ സാധിക്കാത്തത്. ഏതായാലും ശ്വാസം ഒന്ന് വിടാം ഇപ്പോൾ അല്ലേ. ഒരു അന്യ നാട്ടില് നമ്മളെ ഒരു മലയാളി, അത് നമ്മളെ നാട്ടുകാരൻ, നമ്മളെ ജില്ലക്കാരൻ, അങ്ങനെ ഒരാള് ലോകം മുഴുവൻ നമുക്കൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത നാട് കാണിച്ചു തരുന്നു. അതിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാവുന്നു. നമുക്കിവിടെ കുറച്ച് സമയം അത് കാണാനുള്ളെങ്കിൽ പോലും അത്രയും ദൂരം താണ്ടി ആ ഭയങ്കരമായ ഒരു ചങ്കൂരം തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുകയും അവിടെയുള്ള ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണല്ലേ. നമ്മളൊക്കെ ബ്ലോഗ് കാണുന്നതാണ്. ഒരുപാട് ആളുകൾക്ക്, സാധാരണക്കായ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ദാരിദ്ര്യത്തിന്റെ ഒരുപാട് എന്താ പറയുക, അത്രയും ആഴങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം താങ്ങും തണലുമായിട്ടുള്ള നന്മകളും ചെയ്യുന്നതടക്കമുള്ള ഒരു നല്ലൊരു ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മാതൃകാപരമായ പ്രവൃത്തി ചെയ്യുന്ന നമ്മളെ ഒരു മനുഷ്യ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ദിൽഷാദ്. ശരിക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു എന്ത് സംഭവിച്ചെന്നുള്ളല്ലേ. ദിനംപ്രതി ഒരുപാട് പേര് നമുക്കൊക്കെ ഇത് അയച്ചു തരുന്നുണ്ട്. കണ്ടോ, ദിനംപ്രതി നമ്മൾ വാട്സപ്പിലാണ് ഇപ്പോൾ ഉള്ളതുകൊണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ യാത്രക്കിടയിലാണ് ഈ വിവരം അറിഞ്ഞത്. അപ്പൊ അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ കുറെ പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് ആരും വിഷമിക്കേണ്ട, ചിലൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, നമുക്കൊക്കെ ആശ്വാസം എന്ന് പറഞ്ഞത് ഒരു ആപത്തും കൂടാതെ ചെറിയ എന്തോ പരിക്കോ കാര്യങ്ങളോ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അപകടം പറ്റിയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി ഇനിയിപ്പോ മേഘാലയയിൽ നിന്ന് എന്നാണ് നാട്ടിലേക്ക് വരുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കും. നിലവിലിപ്പോ ദിൽഷാദ് ആശുപത്രിയിലാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മേഘാലയയിലെ ഗാസി ഹിൽ ഫോറസ്റ്റ് മേഖലയിൽ വെച്ചാണ് അപകടം ഉണ്ടായിട്ടുണ്ടായത്. അതൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചത് എല്ലാവർക്കും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും വീണ്ടും ശക്തനായി തന്നെ നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് ലോകത്തിന്റെ എല്ലാ നല്ല നല്ല കാഴ്ചകളും ഇനിയും നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. യൂട്യൂബിലൂടെ ഒരുപാട് ഫോളോവേഴ്സും കൂടി ഉള്ള ഒരാളാണ്. നമുക്കറിയാം അത്രയും ഫോളോവേഴ്സൊക്കെ പുള്ളിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു എഫർട്ടാണത്. ആള് ചെയ്യുന്ന കണ്ടന്റിന്റെ ഒരു മൂല്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ മേഖല എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ദിൽഷാദിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരൻ അപകടത്തിലോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു ആകാംക്ഷ, ഒരു ചോദ്യചിഹ്നമൊക്കെ തന്നെ ആയിരുന്നല്ലോ എല്ലാവർക്കും അല്ലേ. എന്തായാലും കണ്ടെത്തിയല്ലോ, സമാധാനിക്കുക. പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. എന്തായാലും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആളെ കണ്ട് കിട്ടി എന്നുള്ളത്. അത് കൂടാതെ ഞാനിങ്ങനെ ലൈവ് വന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എന്റെ അടക്കം ഉള്ളിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് കയറി കൂടിക്കാളും. അങ്ങനെ ഒരു വ്യക്തി തന്നെയായിരുന്നു ദിൽഷാദ്. ദിൽഷാദിന്റെ ഒരു കാണാനില്ലാത്ത ഒരു വാർത്ത വന്ന അന്ന് മുതൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. പുള്ളി അതും തന്നെ പല പ്രദേശങ്ങൾ അറിയാലോ, സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പല ഭാഗങ്ങളിലും ഭയങ്കരമായി പല പേടി സ്വപ്നമായ ഒരുപാട് ഏരിയകളുണ്ട്. അത് ദിൽഷാദ് അടക്കം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു. അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആള് ഹോസ്പിറ്റലിലാണ്, അടുത്ത നാട്ടിലേക്ക് എത്തും. അപ്പൊ സുഖമായിട്ടിരിക്കട്ടെ അല്ലേ. പെട്ടെന്ന് അസുഖം മാറി തിരിച്ചു വരട്ടെ. നാട്ടിലും നല്ല നല്ല കണ്ടന്റുകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കട്ടെ. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല യാത്രകൾ പോകാനുള്ള ഒരു ധൈര്യവും എല്ലാം ഒത്തു ചേരട്ടെ എന്നും കൂടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്ക്. മറ്റൊരു ലൈവായിട്ട് വീണ്ടും വരാം. പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത് വെച്ചാല് 4,70,75,000 ഫോളോവേഴ്സിലേക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളോട് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടല്ല, ആ ചേർത്തപ്പെടുത്തം തന്നെയാണ്. അത് നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരോടും നമ്മളെ തെറി പറയുന്നവരോടും എല്ലാവരോടും സ്നേഹം മാത്രം. ഇതുവരെ നിങ്ങളാണ് നമ്മളെ കൂടെ നിന്നത്. തീർച്ചയായിട്ടും ഇനിയും നല്ല വെടിക്കെട്ട് വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മളും നിങ്ങളിലേക്ക് ലൈവായിട്ടും വീഡിയോസൊക്കെ ആയിട്ട് എത്തിച്ചു കൊടുക്കും. വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ലൈവായിട്ട് വീണ്ടും കാണാം. സോറി, ബൈ.